ഹലോ, ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സദ്യ വിഭവങ്ങളിൽ എത്ര കറികളുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇഞ്ചിക്കറി. അപ്പം 101 കറിക്ക് സമമാണ് നമ്മുടെ ഈ ഇഞ്ചിക്കറി. ഓണത്തിനായാലും വിഷുവിനായാലും ഒക്കെ സദ്യയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇഞ്ചിക്കറി. നമ്മളിത് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് എന്നാൽ ഹെൽത്ത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയാണ്. അപ്പോൾ നമുക്ക് അടിതട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ റൈസ് ബ്രാൻ ഓയിൽ. റൈസ് ബ്രാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറില്ലേ, ആ അരീൻ്റെ ഹസ്ക്. അപ്പം അത് റിച്ച് ഇൻ തൈമിനാണ്, വൈറ്റമിൻ ബിയുടെ ഒരു വകഭേദമാണ്. നമ്മുടെ ബ്രെയിനിനും സ്പൈനൽ കോഡിനും, അതായത് നാഡീവ്യൂഹത്തിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു തൈമിൻ. നമുക്ക് ഓർമ്മക്കുറവെന്നൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും ഇത് നമ്മളെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ. അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് ഡിസീസ് മുതലായ അസുഖങ്ങളിൽ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാനും ഇനി ഉണ്ടായാൽ തന്നെ കൺട്രോൾ ചെയ്യാനും ഈ ഒരു ഓയിൽ നമ്മുടെ ഹാബിറ്റ് ആക്കിയാൽ ഹെൽപ്ഫുള്ളാണ്. ഞാനിവിടെ ഒരു കപ്പ് അത്രയും കൂടെ ഇഞ്ചി ആഡ് ചെയ്തിട്ടുണ്ട്. സ്ലൈസ് ചെയ്തെടുത്ത ഇഞ്ചിയാണ്. ഇത് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിം വേണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് ഇഞ്ചി നല്ല കുക്കായി ക്രിസ്പിയായി വരണം. പെട്ടെന്ന് മുരിയാൻ വേണ്ടി നമുക്ക് കുറച്ച് പിങ്ക് സോൾട്ട് ആഡ് ചെയ്യാം. പിങ്ക് സോൾട്ടിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിച്ച് ഇൻ അയഡീനാണ്. നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഫംഗ്ഷന് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഗോയിറ്റർ പോലത്തെ അസുഖങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇത് ഒത്തിരി സഹായിക്കും. നമ്മളിപ്പോൾ ഇവിടെ സോൾട്ട് ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് മുരിയും. എന്നാലും നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. എപ്പോഴും ഇളക്കണമെന്നില്ല, ഇടയ്ക്കൊന്ന് ഇളക്കിയാൽ മതി. അടി പിടിക്കാതെ നോക്കണം, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളിതാ നല്ല ഡാർക്ക് ബ്രൗൺ ആവണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. വറുത്തെടുത്തതിന് ശേഷം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. സിമ്മിലൊന്നും വെക്കേണ്ട, കരിഞ്ഞു പോവും, നമ്മുടെ കറിയുടെ ഫുൾ ടേസ്റ്റ് പോവും. അപ്പം നമുക്ക് ഇത് ഓയിലെല്ലാം ഡ്രെയിൻ ചെയ്ത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ടിഷ്യൂ പേപ്പർ സ്പ്രെഡ് ചെയ്ത പ്ലേറ്റ് ആണെങ്കിൽ കുറേ കൂടെ നല്ലത്. നമുക്കിതാ ഇത്രയും ഇഞ്ചി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള എണ്ണ നമുക്ക് ഈ കറിയിലേക്ക് തന്നെ ഉപയോഗിക്കാം. ഇനി നമുക്കൊരു ബൗളെടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ഈ പുളി ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കാം. ഒരു 1/4 കപ്പോളൊക്കെ വരും കേട്ടോ തിളച്ച വെള്ളം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റെർ ചെയ്യാം. ഒരു 15 മിനിറ്റ് ഇത് മാറ്റി വെക്കാം. ഇതൊക്കെ നമുക്ക് ആദ്യമേ വേണമെങ്കിൽ ചെയ്ത് വെക്കാം കേട്ടോ. വേണമെങ്കിൽ ഇത് നമുക്ക് ആ പുളി ഒന്ന് ചെറുതാക്കി പീസസാക്കി ചെയ്യും. അത് നമുക്ക് കൈകൊണ്ട് തന്നെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുളി റെഡിയായി, ഇഞ്ചി റെഡിയായി, പുളി റെഡിയായി. ഇനി അടുത്ത ഈ ഒരു ഡിഷിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ശർക്കര. അപ്പോൾ നമുക്ക് ശർക്കര എടുക്കാം. ഇത് നമുക്ക് ഒന്ന് ചെറിയ പീസസാക്കി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഉരുക്കി വെച്ച ശർക്കര ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കുകയാണ്. ഞാൻ സ്ഥിരം ഇതിങ്ങനെ ചെയ്യുന്നതാണ്. ചില സമയം നമ്മൾ അവലും ഇതും തേങ്ങയും കൂടെ ഒക്കെ ഇട്ടിട്ടുള്ള അവൽ പോഹ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കിത് ശീലമാണ്. നമുക്ക് 1/2 കപ്പാണ് വേണ്ടത്. ഞാനിപ്പോൾ എന്തായാലും 1/2 കപ്പിനോളം എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മെഷർ ചെയ്യാം. അപ്പോൾ ഞാൻ മെഷറിംഗ് കപ്പ് എടുക്കുന്നതായിരുന്നു. നമ്മൾ ഇഞ്ചി എടുത്ത ആ മെഷറിംഗ് കപ്പില്ലേ, അത് തന്നെ എടുത്തു. അപ്പോൾ അതിലേക്ക് നമ്മളെല്ലാം ഇടുകയാണ്. കറക്റ്റായിരുന്നു കേട്ടോ, പ്രിസൈസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ശർക്കര റെഡിയായി. ഇനി ലാസ്റ്റ് അഥവാ മധുരം കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അപ്പം ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ എണ്ണയിൽ അതൊന്നുകൂടെ ഒന്ന് ചൂടാക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. അപ്പം ഞാൻ ഈ ഒരു ഡിഷിൽ ടെമ്പറിങ് അവസാനം ചെയ്യുന്നില്ല, താളിക്കൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കറിവേപ്പിലയും കടുകും ഒക്കെ ഈ ഒരു കറിക്ക് വേണ്ട അത്രയും തന്നെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ കുറച്ച് വറ്റൽ മുളകും കൂടി ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നമുക്ക് എരിവിൻ്റെ അളവ് അനുസരിച്ചിട്ടാണ് കേട്ടോ. ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഞാനിവിടെ 2 എണ്ണ എടുക്കുന്നുള്ളൂ. 2 ഉണക്ക വറ്റൽ മുളക് നമുക്കൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു അറോമ, ഈ ഒരു സ്മെല്ലും ഭയങ്കര ഹെവൻലിയാണ്. ഇങ്ങനെ വഴറ്റി വരുമ്പോഴുള്ള ആ ഒരു സ്മെല്ല് ഒന്ന് വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഷാലറ്റ്സ്, അതൊരു 1/4 കപ്പ്, 1/2 കപ്പിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കാം. ചെറിയുള്ളീൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ അത് ഒരു ബ്രൗൺ കളറ് ആവണം. അതേപോലെ ഇതിന് പകരം നമ്മൾ സവാള എടുക്കരുത്. ചെറിയുള്ളീൻ്റെ ടേസ്റ്റ് ചെറിയുള്ളിക്ക് തന്നെ ഉണ്ടാവൂ. അത് നമുക്ക് സവാള എടുത്താൽ ഈ ഒരു ഡിഷിന് ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ചെറിയുള്ളി നല്ലൊരു ബ്രൗൺ കളറായി വരണം. ആ ഒരു ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ പച്ചമുളക്, അതും 1/4 കപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒന്ന് വഴന്ന് വരണം. ആ പച്ചമുളകൊക്കെ ഒന്ന് പൊള്ളി വരണം. അതാണ് അതിൻ്റെ ഒരു പാകം. ഒരു 3 മിനിറ്റൊക്കെ സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കായം ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായം കൂടി ഇട്ട് കൊടുക്കും. ഞാൻ ഈ ബ്രാൻഡിൻ്റെ കായം പൊടിയാട്ടോ ഉപയോഗിക്കുന്നത്. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന്
വഴറ്റി എടുക്കാം. നമ്മൾ ഫ്ലെയിം ലോയിൽ തന്നെ വേണം വെക്കാൻ. ഇടയ്ക്ക് മീഡിയം ഫ്ലെയിം ഒക്കെ ആക്കാൻ പോയാൽ പെട്ടെന്ന് മുരിയൊന്ന് വിചാരിച്ചിട്ട് ചെയ്താൽ ഇത് കരിഞ്ഞു പോവും. അപ്പം അതിൻ്റെ ടേസ്റ്റ് മൊത്തവും പോവും. അത് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇത് സംയോജിപ്പിച്ച് എടുക്കണം. ഇത് നല്ല രീതിയിലൊന്ന് മൂത്ത് കായൊക്കെ ഒന്ന് മൂത്ത് വന്ന് ഒരു ഒരു പ്രത്യേക അരോമ വരും. അതാണ് നമുക്കുള്ളൊരു മാർക്ക്. നമ്മൾ വറുത്ത ഇഞ്ചി ഇടാൻ സമയമായി എന്നുള്ള ആ ഒരു മാർക്ക്. അതൊരു പ്രത്യേക മണമാണ്. കായൊക്കെ മൂത്ത് ഈ ഒരു പച്ചമുളകൊക്കെ ഒന്ന് വെള്ള കളറായി തുടങ്ങുന്ന ആ ഒരു സമയം നമുക്ക് നമ്മുടെ ഇഞ്ചി നമ്മൾ ഇപ്പോൾ ഇതാ അരക്കപ്പിൽ നിങ്ങൾ കണ്ടോ നിറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അരക്കപ്പിനകത്ത് 2 പ്രാവശ്യം ഇട്ടു. ഇവിടെ ഇപ്പോൾ കണ്ടോ രണ്ടാമത്തെ കപ്പ് പകുതിയേ ഉള്ളൂ. നമ്മൾ അരക്കപ്പിൽ 2 പ്രാവശ്യമായിരുന്നു എടുത്തിരുന്നത്. രണ്ടും നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ കണ്ടോ അത് 1.5 ആയി. അതായത് ഒരു അരക്കപ്പിൽ ഒരു ഫുള്ളും ഒരു അരക്കപ്പിൽ പകുതിയേ ഉള്ളൂ. അത് ചുരുങ്ങിയതാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന അരക്കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര നമ്മൾ ഇടുമ്പോൾ ഇത് പാത്രത്തിൽ നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റാവും. അപ്പോൾ ഫ്ലെയിം ലോയിൽ തന്നെ വെക്കണം. അതേപോലെ തന്നെ നമ്മൾ നിർത്താതെ ഇളക്കിയും കൊടുക്കണം. അത് ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ അടി പിടിക്കാനും കരിയാനും ഒക്കെ സാധ്യതയുണ്ട്. ഒരല്പം കരിയുന്ന ഒരു ടേസ്റ്റ് പോലും ഈ ഒരു കറിയുടെ മൊത്തത്തിലുള്ള ആ ഒരു ടേസ്റ്റും ഫീലും ഒക്കെ മാറ്റും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു 1-2 മിനിറ്റ് തന്നെ നമ്മുടെ ശർക്കര മൊത്തത്തിൽ തന്നെ മെൽറ്റായി വരും. അപ്പോൾ മെൽറ്റായി വരുമ്പോൾ നമ്മൾ കൈ ഒരു 2 മിനിറ്റത്തേക്കൊന്നും മാറ്റിയേക്കുക, അങ്ങനെയൊന്നും പാടില്ല. നിർത്താതെ ഇളക്കി കൊടുത്ത് നല്ല പതഞ്ഞ വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേജ് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ എടുത്ത നമ്മുടെ പുളീൻ്റെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് നേരെ അങ്ങ് ആഡ് ചെയ്യുന്നതിന് പകരം നല്ല പതഞ്ഞ് വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മളൊരു സ്ട്രെയിനർ വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഈ പുളീൻ്റെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗവ് പിന്നെയും ഓണാക്കിയിട്ട് നിർത്താതെ ഇളക്കി കൊടുത്ത് ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ നന്നായിട്ട് കുക്ക് ചെയ്യാം. അപ്പം ഞാൻ ആ പുളീൻ്റെ ബാക്കി വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചത്, അല്ലാതെ എക്സ്ട്രാ ആയിട്ട് നമ്മളിതിൽ വേറെ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ആ അപ്പോൾ ആഡ് ചെയ്ത 1/4 വെള്ളത്തിൽ തന്നെയാണ് ഈ ഫുൾ കറീൻ്റെ ടെക്സ്ചർ വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വെള്ളം ആഡ് ചെയ്യാം. ഈ ഒരു സ്റ്റേജിൽ നമുക്കതിൻ്റെ ടേസ്റ്റ് നോക്കാം. എരിവും പുളിയും ഉപ്പും മധുരവും ഒരേപോലെ വരുന്ന ഒരു കറിയാണ്. അപ്പോൾ എരിവിൻ്റെ അളവ് അറിയാനാണ് നമ്മളിപ്പോൾ ഈ ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പം എന്നാലേ നമുക്ക് അതനുസരിച്ച് ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എരിവ് നോക്കി. നമുക്കൊരു 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ, നോർമൽ ചില്ലി പൗഡറാണ്, കശ്മീരി ഒന്നുമല്ല, ഇതിലേക്ക് ആഡ് ചെയ്യാം. ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റെർ ചെയ്തെടുക്കാം. ഈ സമയത്തൊക്കെ ഫ്ലെയിം ലോയിൽ വെച്ചാൽ മതി കേട്ടോ. നമ്മൾ മീഡിയത്തിലേക്കൊക്കെ വെച്ചാൽ ഇത് വറ്റിപ്പോവും. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു വാട്ടറി ടെക്സ്ചർ വേണം ഈ കറിക്ക്. കാരണം കുറച്ച് കഴിയുമ്പം ഇത് തണുക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ കട്ടിയാവും. അപ്പോൾ 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ കുറച്ചുകൂടെ ഒന്ന് സംയോജിച്ച് വരും. ഇനി ഇത് പോരാ, നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അതായത് ഒരു അരമണിക്കൂറെങ്കിലും ഇത് ഇങ്ങനെ തന്നെ ഇരിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചിയിലേക്ക് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് കയറണം. അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പൊന്നുകൂടെ നോക്കാം. വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ആഡ് ചെയ്തിട്ടില്ല, കാരണം എല്ലാത്തിൻ്റെ അളവ് കറക്റ്റായിരുന്നു. അപ്പം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയിലേക്ക് എല്ലാത്തിൻ്റെയും ഇത് കയറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്രൈൻഡർ ജാറ് എടുക്കാം. അതിലേക്ക് നമുക്ക് ഈ മിശ്രിതം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ഹൈ സ്പീഡിൽ 2 മിനിറ്റ്സ് ബീറ്റ് ചെയ്ത് എടുക്കാം. തണുത്തിട്ട് മാത്രമേ ഇത് ഗ്രൈൻഡ് ചെയ്യാവൂ കേട്ടോ. അപ്പം നമുക്കൊരു കോഴ്സ് മിക്സ്ചർ കിട്ടും. ഒത്തിരി അങ്ങ് ഫൈനും അല്ല, ഒത്തിരി അങ്ങ് കോഴ്സും അല്ല. കഴിഞ്ഞു, നമ്മുടെ വിഷു സ്പെഷ്യൽ ഇഞ്ചിക്കറി റെഡിയായി. ഞാനിപ്പോൾ ഇവിടെ താളിക്കുന്നില്ല, ടെമ്പറിങ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നമുക്കിതിലേക്ക് ആവശ്യമുള്ള എണ്ണയും കടുകും കറിവേപ്പിലയും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു ഹെൽത്ത് ഫ്രണ്ട്ലി ഇഞ്ചിക്കറിയാണല്ലോ. എല്ലാവരും ഈ ഒരു വിഷുവിന് ഈ ഒരു ഇഞ്ചിക്കറി ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു.